കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഒരു സ്വാഭാവിക നടപടി മാത്രമെന്ന് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നു. ഇടിക്ക് രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന അഭിപ്രായം CPMന് മാത്രമേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി പറയുന്നു. അതൊക്കെ ഡിപ്പാർട്ട്മെൻ്റൽ ആക്ടിവിറ്റീസാണ്, ആക്ഷൻസാണ്. അത് കൃത്യമായിട്ട് അത് പാലിക്കേണ്ടവർക്കറിയാം, അത് പാലിക്കാൻ അത് ഒരു കൃത്യസമയത്ത് അവർ ചെയ്തോളും. CPMൻ്റെ അല്ലേ ഉള്ളൂ, അത് അവർ അങ്ങനല്ലേ പ്രതികരിക്കാൻ പറ്റൂ, അവർ പ്രതികരിക്കട്ടെ. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. തൃശൂർ മണ്ഡലത്തിൽ എന്തായാലും ഈ കരുവന്നൂർ കേസും ഇ ഡി കരുവന്നൂരിലേക്ക് വന്നതുമെല്ലാം വലിയ ചർച്ചാ വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനിടെയാണ് ഇന്ന് NDA സ്ഥാനാർത്ഥി കൂടിയ സുരേഷ് ഗോപി വിഷയത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം MM വർഗീസ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ MM വർഗീസിന് വീണ്ടും നോട്ടീസ് വന്നത് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ നിരന്തരം തുടർച്ചയായി CPIM നേതാക്കളെ ED ലക്ഷ്യം വെക്കുന്നു. അതുകൊണ്ട് EDക്ക് രാഷ്ട്രീയ ദുരുദ്ദേശമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നൊരു പ്രതികരണമായിരുന്നു ഇന്നലെ CPMന്റെ ജില്ലാ നേതാക്കളടക്കം നടത്തിയത്. അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ EDക്ക് രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന ഒരു നിലപാട്, അഭിപ്രായം അത് CPIMന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം ഇപ്പോൾ നടക്കുന്നത്, അത് CPM നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ് എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. അതിന് മുന്നോടിയായി കൂടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പുറമെ K മുരളീധരൻ കൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.